ഒരു 4 ബാർ ചെയിനിൻ്റെ റിലേറ്റീവ് പോൾ മെത്തേഡ് ഇൻവേർഷൻ മെത്തേഡിലും എങ്ങനെയാണ് സിന്തസിസ് എന്നാണ് നേരത്തെ വീഡിയോ നോക്കിയത്. ഇതിൽ നോക്കുന്നത് റിലേറ്റീവ് പോൾ മെത്തേഡ് ഫോർ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് θ12 θ23 equal to 35 degree clockwise, linear displacement S12 equal to 32 and S23 equal to 40 millimeter. Both are moving away from fixed pivot. The minimum transmission angle should be greater than 40 degree. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം θ12 θ13 ആണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഉള്ളത് θ12 ആൻഡ് θ23 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ബാർ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4 ബാർ മെക്കാനിസത്തിൽ ഇത് ഫസ്റ്റ് പൊസിഷനാണ്. ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷൻ എത്തുമ്പോഴേക്കും 1 to 2 ഈ ആംഗിളാണ് θ12. 1 to 3 എടുത്തു കഴിഞ്ഞാൽ അതാണ് θ13. ഓക്കെ, 1 to 3. പക്ഷേ ഇവിടെ നിന്ന് 2 to 3 ആണെങ്കിൽ അത് θ23. ഇവിടെ തന്നിട്ടുള്ളത് 2 to 3 ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്? 35. 1 to 2 35. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 1 to 3 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 1 3 equal to 70 degree ആൻഡ് 1 2 equal to 35 degree. നമുക്ക് ചെയ്യാനായിട്ട് ഈ രണ്ട് വാല്യൂസുമാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ S12 equal to 32, S23 equal to 40. അപ്പോൾ ഇവിടെ നിന്ന് S13 equal to 40 plus 32 72 എന്ന് കിട്ടും. അപ്പോൾ വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ തീറ്റയുടെ വാല്യൂസും S12 ആൻഡ് S13. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, സാധാരണ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, അപ്പോൾ ഇതിനകത്ത് പിസ്റ്റൻ്റെ ലൈനും ഈ പിവറ്റ് പോയിൻറ്റിൻ്റെ ലൈനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതിനെയാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ കേസിൽ എസെൻട്രിസിറ്റി തന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരൊറ്റ ലൈൻ വരച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. പക്ഷേ എസെൻട്രിസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് എസെൻട്രിസിറ്റിയിൽ അടുത്ത ലൈൻ വരയ്ക്കുക. ഇവിടെ അത് തന്നിട്ടില്ല, ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് പിവറ്റ് പോയിന്റ് എന്ന് അസ്യൂം ചെയ്യുന്നു, അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് θ12/2, അതായത് ഇവിടെ 35 ആണ്. 35/2 ഈക്വൽ ടു എന്ത് വരും? 17.5. ഈ ആംഗിളിൽ ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ നിന്ന് 17.5 ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തത് θ13/2. 72/2 എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രി. ഈ 36 ഇവിടെ നിന്ന് വരയ്ക്കുക. 36 ഡിഗ്രിയിൽ ഒരു ലൈൻ, അതും എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് S12/2. S12/2 എന്ന് പറഞ്ഞാൽ 32/2 16 millimeter. ഈ ലൈനിൽ നിന്ന്, വെർട്ടിക്കൽ ലൈനിൽ നിന്ന് 16 millimeter മാർക്ക് ചെയ്യുക, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഈ S12/2 എന്ന് പറയുന്ന ലൈനും θ12/2 എന്ന് പറയുന്ന ലൈനും മീറ്റ് ചെയ്ത ഈ പോയിൻ്റാണ് R12, റിലേറ്റീവ് പോൾ R12. അതുപോലെ അടുത്ത് വരയ്ക്കേണ്ട S13/2, അതായത് 72/2 എന്ന് പറഞ്ഞാൽ 36. ആ 36 millimeterൽ ഇവിടെ നിന്ന് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഇവിടെ 16 ആയിരുന്നു, 36 millimeterൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് മീറ്റ് ചെയ്യുന്നു ഏതുമായിട്ട്? θ13/2ൻ്റെ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇതാണ് R13, റിലേറ്റീവ് പോൾ R13. ഇതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യാം. ഇനി θ12/2ലാണ് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ എത്രയാണ്? θ12/17.5. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് S12 മാർക്ക് ചെയ്യുക.
ഈ ലൈനിൽ നിന്ന് S12 എന്ന് പറയുന്ന 16 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 16 മില്ലിമീറ്റർ. ഓക്കെ, ഒരു വെർട്ടിക്കൽ ഒരു ലൈനാണ്. ആ വെർട്ടിക്കൽ ലൈൻ എന്തിൽ മീറ്റ് ചെയ്യണം? ഇതുമായിട്ട് കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് R12. ഈ ഒരു പോയിൻ്റാണ് R12. ഇനി ചെയ്യേണ്ടത് ഒരു ലൈനും കൂടി വരയ്ക്കണം. അതെന്താണ്? θ13/2 ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇടയ്ക്ക് വരുന്ന ആംഗിൾ 36. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സൈഡിലേക്ക് S13/2. S13യുടെ ലെങ്ത് M3/2 എന്ന് പറയുമ്പോൾ 32 മില്ലിമീറ്റർ. ഇനി ആ എൻഡിൽ നിന്ന് മേളിലേക്ക് ജോയിൻ ചെയ്യുക. ഇത് കട്ട് ചെയ്ത പോയിൻ്റാണ് R13, റിലേറ്റീവ് പോൾ R13 എന്ന് പറയുന്നത്. ഇവിടെയാണ് R13 വരുന്നത്. R13. ഓക്കെ, ഇനി ബാക്കി നോക്കാം. ഇനിയുള്ള സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് ചെയ്യുന്നത് ആർബിട്രറി പൊസിഷനിലേക്ക് ആദ്യം ഇവിടെ നിന്ന് R13 നിന്നൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എനി ആംഗിളിൽ എടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാം, ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാം. അതായത് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിനെ ZA എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എ. അപ്പോൾ ഇവിടെ നിന്ന് ഈ വരച്ച ലൈനിൽ നിന്ന് θ13/2, അതായത് R13 നിന്നായതുകൊണ്ട് ഇവിടെ നിന്ന് θ13/2 താഴേക്ക് എടുക്കുക. എന്നിട്ട് ആ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് θ13/2 വരച്ച ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിനെ ZB എന്ന് മാർക്ക് ചെയ്യുന്നു. സെയിം പ്രൊസീജിയർ തന്നെ R12ലും ചെയ്യുന്നു. ഒരു ആംഗിളിൽ ഇവിടെ നിന്ന് ZA' എന്നൊരു ലൈൻ എടുത്തു. പക്ഷെ അവിടെ നിന്ന് താഴേക്ക് എടുക്കേണ്ട ആംഗിൾ θ12/2, R12ൽ നിന്നുള്ള ആയതുകൊണ്ട് θ12/2. ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ZB' എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പോയിൻ്റാണ് നമ്മുടെ പിസ്റ്റൺ വരുന്ന പോയിൻ്റ്. ഇവിടെയാണ് പിസ്റ്റൺ വരുന്നത്. ഇനി ഒരു പോയിൻ്റ് കിട്ടേണ്ടതുണ്ട്, അതായത് ക്രാങ്കിൻ്റെ എൻഡ് കിട്ടാനായിട്ട് ഈ ZA' എന്ന് പറയുന്ന ഈ ലൈൻ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ZAയിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് ചെയ്യും. ഈ പോയിൻ്റാണ് ക്രാങ്കിൻ്റെ പോയിൻ്റ്. അപ്പോൾ നമ്മുടെ മെക്കാനിസം എന്ന് പറയുന്നത് ഫൈനലി ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, ഇവിടെ പിസ്റ്റൺ. ഓക്കെ, ഇതാണ് ഫൈനൽ മെക്കാനിസം. അപ്പോൾ ഇതാണ് റിലേറ്റീവ് പോൾ മെത്തേഡ് ഫോർ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇത് ബാക്കിയും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഇനിയുള്ള പ്രൊസീജിയർ R12 ഈ ഒരു ഇൻ്റർസെക്ഷനിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ, ഈ ലൈനെ ZA' എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ZA എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ അടുത്ത് ഈ സെയിം പോയിന്റിൽ നിന്ന് R13 നിന്ന് അടുത്തൊരു ലൈൻ, ഈ ലൈനിനെ ZB എന്ന് ഡിനോട്ട് ചെയ്യാം. ZB. അടുത്തത് ഇത് തമ്മിലുള്ള ആംഗിൾ, ZAയും ZBയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. ഇത് വരുന്നത് θ13/2, R13ൽ വരുന്നതാകുമ്പോഴേക്കും ഇവിടെ എടുക്കേണ്ട ആംഗിൾ θ13/2. ഇനി അടുത്തത് ഈ R12ൽ നിന്ന് ഈ ഇൻ്റർസെക്ഷനിൽ നിന്ന് അടുത്തൊരു ലൈൻ വരയ്ക്കണം. ഈ ലൈനിനെ ZA' എന്ന് ഡിനോട്ട് ചെയ്യാം. ZA'. അടുത്തത് ഈ സെയിം R12ൽ നിന്ന് തന്നെ ഒരു ലൈൻ കൂടി, ഇത് ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 17.5. അപ്പോഴേക്കും ഈ രണ്ടും കൂടി കട്ട് ചെയ്ത ഈ ഒരു പോയിൻ്റാണ് പിസ്റ്റൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ്, അവിടെയാണ് പിസ്റ്റൺ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ മെക്കാനിസത്തിൽ ഒരു പോയിൻ്റും കൂടെ വേണം, ക്രാങ്കിൻ്റെ എൻഡ് പോയിൻ്റ്. അതിന് ചെയ്യേണ്ടത് ഈ ZA' ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ZA' എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ ഈ പോയിന്റ് വന്ന് ഈ ഇസഡ് എ എന്ന് പറയുന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ക്രാങ്കിൻ്റെ എൻഡ് പോയിന്റ്. ഈ ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്. അപ്പോൾ അവിടെ ആയിരിക്കും ക്രാങ്ക് വരുന്നത്. ഇനി ഫൈനൽ മെക്കാനിസം നോക്കാം. ഫൈനൽ മെക്കാനിസം എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റും കൂടെ മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ഫിക്സഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. ഇതാണ് ക്രാങ്ക്. ഈ ക്രാങ്കിൻ്റെ എൻഡിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് വരുന്നത് ഈ ഒരു ഇൻ്റർസെക്ഷനിലാണ്. ആ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മെക്കാനിസം ഇവിടെ ഒരു പിസ്റ്റൺ കൂടെ വരും. അപ്പോൾ പിസ്റ്റൺ കംപ്ലീറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, ഈ ഒരു പിസ്റ്റൺ കൂടെ ചേരുന്ന ഈ ഒരു കംപ്ലീറ്റ് മെക്കാനിസം. ഇതാണ് റിലേറ്റീവ് പോൾ യൂസ് ചെയ്ത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ സിന്തസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.